കാണാതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് 7 ആഴ്ച സമയം തന്നു. 7 ആഴ്ചയോ? ഒരാഴ്ചയല്ലേ? എടാ 7 ആഴ്ച കൂടുന്നതാ ഒരാഴ്ച. അതറിയില്ലേ? തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും. തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? നേരത്തെ ഒരാഴ്ച കൂടി സമയം തന്നാൽ അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ, വരുമ്പോഴേക്കും ഞാൻ ചെക്കനെ കൊണ്ട് നിർത്താം. ഇരിക്കുന്നതിന്റെ പെൻഡകം തർത്തമായി ഞാൻ. വാച്ച് കോസ്റ്റ്ലിയാ. വാച്ചല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകത്തത്. മനസ്സിലായടാ? എനിക്ക് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടാ. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നോടാ കള്ള റാസ്കൽ. കോൺസ്റ്റബിൾ മതി മതി മതി. ഇനി ഇവനെ ഇരിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി, മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുവാ. കേട്ടോ, ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസ് ആണെ കുരച്ച് എന്താടി? അല്ല, ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോന്ന്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാനിവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ഇവിടെ കിട്ടുവോ? എന്തു പറയുന്നടാ? ഒരു കാലിച്ചായം കൂടി കൊടുത്താൽ സന്തോഷമായി. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ. മസാലസയല്ല, മസാല ദശ. അത് പറ്റില്ല സാർ. കിടത്തണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം. ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രം? കുഴപ്പമില്ല സാർ. സാർ, ഇവളെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ലേ സാർ? അയ്യേ, ഈ ചേട്ടന്റെ ഒരു കാര്യം. ആൾ ഇന്ത്യൻ സാർ, മീ കസിൻ സിസ്റ്റേഴ്സ്. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ ആണുങ്ങൾക്കാ ഇപ്പൊ പേടിയല്ലേ സാറേ? എന്നാ നീ പോ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല? പോകാൻ സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. അത് ഞാൻ കൊടുത്തോട്ടെ സാർ? ഇംഗ്ലീഷ് കിസ്സേ. വേഗം വേണം ഡാർലിംഗ്, കം ഓൺ. നോക്കുന്നു. ഒന്ന് തിരിഞ്ഞേക്ക് സാറേ, ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? വാ, അങ്ങോട്ട് തിരിയട്ടെ. അങ്ങോട്ട് പോകണം. എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? ഇംഗ്ലീഷ് കിസിന് ശബ്ദമൊന്നും കേൾക്കൂല സാർ. മലയാളം കിസിനല്ലേ ഇങ്ങനെ ശബ്ദം. എന്താണോ? എടോ കഴിഞ്ഞില്ലേ? ഇതൊരു മെഗാ കിസ് ആണെന്ന് തോന്നുന്നു സാർ. കഴിഞ്ഞൊന്ന് നോക്കടോ. സാർ, അങ്ങോട്ട് നോക്കാത്തടോ, അതൊരു ഫാമിലിയാ. ദൈവമേ, ചതിച്ച. എവിടെ തൊപ്പി? ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി. കൊന്തം വിളിക്കുന്നത് പോലെ നിൽക്കാതെ പോയി പിടിച്ചോണ്ട് വാടോ. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിന്നെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അതിന് ദൈവം പോലും ക്ഷമിക്കില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മോനെ ഞാൻ എത്തിക്കാം. നാളെ രാത്രി തന്നെ എല്ലാരും കയറ്റിവിടും. യെസ് ബോസ്. ബോസാ, ആ ഫിറോസും ആൽബർട്ടും 5-6 കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അല്ല, ഇന്ന് എല്ലാവർക്കും എന്ത് പറ്റി? ആകെ ഒരു മ്ലാനത. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ആ ജോജി ഇന്നലെ മുതൽ കാണുന്നില്ല മോളെ. നേരോ? എന്റെ ബലമായ സംശയം ആ പയ്യനെ അനാഥാലയത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ടുപോയോന്നാ. അവൻ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനവൻ എന്തെങ്കിലും കാര്യം കാണും. കണ്ടാൽ അറിയില്ലേ, നല്ല ബ്രെയിനുള്ള കൊച്ചനാ. ആശാനെ,
കണ്ണുകുത്തി പൊട്ടിച്ചും കയ്യും കാലും തല്ലി ഓടിച്ചും പിള്ളേരെ പിച്ചതണ്ടാൻ കൊണ്ടുപോകുന്ന ഒരു സംഘം ആളുകൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. ആണോ? ദേ ആ പയ്യന് വല്ലതും സംഭവിച്ചാ നമ്മളൊക്കെ തൂങ്ങും. ആശാൻ ആ പയ്യൻ അപ്പോയിന്റ് ചെയ്തപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വേണ്ട എന്ന് പറയാൻ ഞാൻ ഒരുങ്ങിയതാ. ഇനിയിപ്പോ വരുന്ന അനുഭവിച്ചോ? എടാ അൻപാല പേശി പേശി എന്നെ കുഴി തള്ളാതടാ, ഒന്ന് സഹായിക്കടാ. നമുക്ക് അവനെ ഒന്ന് തരാ. ഈ അണ്ടകടാഹം പോലുള്ള സിറ്റിയില് ഇത്തിരി പോന്ന ചെറുക്കനെ എവിടെ പോയി തരാനാ? നമുക്കൊരു പണി ചെയ്യാം. ടിവിയിൽ ഒരു പരസ്യം കൊടുത്താലോ? ഓ അതൊന്നും വേണ്ട, അതൊക്കെ വലിയ ചെലവാ. നക്കാപ്പിച്ച കാശ് പോലും എടുക്കാനില്ലാത്ത നമുക്ക് അതൊന്നും പറ്റൂലടാ. ഐഡിയ, പഞ്ചറൊട്ടിക്കാൻ പോകുന്ന വഴിക്ക് സെർച്ച് ചെയ്യാം. നീ ഇതെവിടായിരുന്നു? 25 കുട്ടികളെ ഇന്ന് രാത്രി ബോംബെയിലേക്ക് കയറ്റി വിടേണ്ടതാ. എക്സ്ക്യൂസ് മീ, ആ 25 കുട്ടികളിൽ ഞാൻ അന്വേഷിക്കുന്ന കുട്ടി ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കോട്ടെ. ആരാടാ നീ? ഞാൻ ഇച്ചു നോക്ക്, ആ കുട്ടി അന്വേഷിച്ചു വന്ന സച്ചേ സച്ചേ മോനെ സച്ചി. നീയാണോ സച്ചി? അല്ലല്ലേ സച്ചിനെ മോനേടാ സച്ച്. സച്ചിനെ മോനെ മോനെ അല്ലല്ലേ സച്ചേ സച്ചേ. പിടിക്കണേ. കണ്ടാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നെ പിടിക്കണേ. അടിക്കണേ. അയ്യോ എന്നെ എന്നെ അടിക്കണെന്തിനാ? അങ്ങനെയല്ല അങ്ങനെയല്ല, ഇങ്ങനെ കണ്ടാ കൊണ്ടാ കൊണ്ടു. ഒരു മിനിറ്റ് ഒന്ന് കേറി ഇതാ എന്നെ ഭൂക്കിട്ട് സാറേ.
സച്ചിൻ സച്ചിൻ മിസ്സസ് സിന്ധു മേനോൻ. അതെ, ആരാ സംസാരിക്കുന്നേ? സോറി, ഇപ്പൊ എന്റെ ഐഡന്റിറ്റി വെളിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മകൻ സച്ചിൻ എന്നോടൊപ്പം ഉണ്ട്. എന്താ? നിങ്ങൾ ആരാ? അതൊക്കെ സൗകര്യം പോലെ പറയാം. കുട്ടിയെ കൈമാറാം. പക്ഷേ നിങ്ങൾ എന്ത് തരുമെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മതി. ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവ് എന്ത് തരുമെന്ന് ഞാൻ അറിയട്ടെ. യെസ് രാജീവ്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അവനെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ പിന്നാലെ പറയാം. ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾ അനുസരിക്കുമോ എന്നറിയട്ടെ. പറയൂ, നിങ്ങളുടെ ഏത് കണ്ടീഷനും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. മകനെ തിരിച്ചു കിട്ടാൻ രാജീവ് മേനോൻ എന്ത് തരും? നിങ്ങൾ ചോദിക്കുന്നത് എന്തും. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുപ്പാലത്തിനടുത്തുള്ള ഗോഡൌണിൽ വരിക. ഹലോ, ഇങ്ങോട്ട് വരട്ടെ, എഴുന്നള്ളിച്ചോണ്ട് പോകാൻ. ഇപ്പൊ ഒരു മമ്മിയും ഡാഡിയും വന്നിരിക്കുന്നു. ചാകാൻ വേണ്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെ. ചോര ഒലിപ്പിച്ച് റോഡിൽ കിടന്ന എന്നെ അനാഥാലയത്തിൽ എത്തിക്കാനും ഒരാളുണ്ടായി, ചാകാനും സമ്മതിക്കാതെ. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല വീട്, നല്ല സ്കൂള്, സമയാസമയം നല്ല ഭക്ഷണം, വേറെന്താ വേണ്ടത്? ഇതൊന്നും ഇല്ലാത്ത എത്രയോ കുട്ടികൾ ലോകത്തുണ്ടെന്ന് മോൻ അറിയാമോ? അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാ. അത് കണ്ട് കണ്ട് ഞാൻ മടുത്തു. എന്റെ കൂട്ടുകാരെ പോലെ മമ്മീടെയും ഡാഡിയുടെയും കൈ പിടിച്ച് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പോണോന്ന് ഞാനും ആഗ്രഹിക്കൂലേ? ഹോംവർക്ക് ചെയ്യാത്തതിന് മമ്മി അടിക്കുമ്പോ ഡാഡി കൊണ്ടുപോയി കൊഞ്ചിക്കണമെന്ന് ഞാനും കൊതിക്കും. വഴക്കോടി പിരിഞ്ഞു പോയ ഡാഡിയും മമ്മിയും പിന്നെ ഞാൻ ഒരുമിച്ച് കാണുന്ന കോടതിയില്ല. എനിക്ക് ആരെ ഇഷ്ടം, ആരുടെ കൂടെ പോണോന്ന് ജഡ്ജ് അങ്കിൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയേണ്ടിയിരുന്നു അങ്കിളെ? പിന്നെ കോടതിന്ന് പറഞ്ഞ പോലെ അമ്മയുടെ വീട്ടിലായി. ഏത് നേരം ഡാഡിയെ കുറ്റം പറയും. പലപ്പോഴും ഫോണിൽ ഡാഡിയോടൊന്നും മിണ്ടിന്ന് അറിഞ്ഞ പിന്നെ അമ്മയ്ക്ക് അത് മതി. ശരിയാ, പണവും സൗകര്യത്തെക്കാളും വേറെ സ്നേഹവും വാത്സല്യവുമാണ് കുട്ടികൾക്ക് വേണ്ടത്. നിനക്കത് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. മോനെന്തിന് വിഷമിക്കുന്നു? നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നൊരു മുത്തച്ഛനില്ലേ? മുത്തച്ഛന് സ്വന്തം കാര്യം നോക്കാൻ തന്നെ നേരില്ല, പിന്നെ എന്നെ. കുറച്ചെങ്കിലും സന്തോഷം തോന്നിയത് ബോസങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴാ. മോൻ അങ്കിളിനോട് സ്നേഹമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഇല്ലെന്ന് മോൻ എന്നോട് കള്ളം പറഞ്ഞത്? അതിലെനിക്ക് വിഷമമുണ്ട്. കരയാതെ മോനെ, കരയാതെ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മോന്റെ വിഷമം മാറും. എനിക്കൊരു കഥ പറഞ്ഞുതരോ അങ്കിളെ? ഓ, പറഞ്ഞുതരാമല്ലോ മോനെ. വേതാളത്തിന്റെ കഥ മതിയോ? അങ്കിളുടെ കഥയാ? പോടാ അവിടുന്ന്. വിക്രമാദിത്യ മഹാരാജാവിന്റെ കഥയാത്. കള്ള അവൻ. ആ, എത്തിയല്ലോ. ഏതായാലും മകനോട് സ്നേഹമുള്ള അച്ഛനമ്മമാരാണെന്ന് മനസ്സിലായി. എന്റെ മോൻ എവിടെ? തിരക്ക് കൂട്ടാതെ രാജീവ് സാറേ, ഏത് കാര്യത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് എത്ര തന്നെ ആയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഇന്ദുമേനോനോ? കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലക്ഷങ്ങളുടെ കണക്കനുസരിച്ച് മോനെ 2 മുറിച്ച് പങ്കുവെച്ച്